ഹലോ! ഇന്ന് ഞാൻ ഫുൾ ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പം ഞാൻ രാവിലെ 4:30 എണീറ്റിട്ടുണ്ട്. ഹസ്ബൻഡിനുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്യുവാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഈ ഒരു ക്ലാസിക് സാൻഡ്വിച്ചാണ് കൊടുത്തു വിടുന്നത്. സിമ്പിളാണ്. ബ്രെഡിൻ്റെ ഓരോ സൈഡിലും നമ്മൾ മയോണൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ക്യൂക്കമ്പേഴ്സ്, ടൊമാറ്റോ ആൻഡ് അണിയൻ വെച്ചിട്ട് നമ്മളതൊന്ന് സീസൺ ചെയ്യുന്നുണ്ട്. ഉപ്പും കുരുമുളക് പൊടിയും വെച്ചിട്ട്. അതിനുശേഷം പിന്നെ അതിനകത്തേക്ക് ഒരു സ്ലൈസ് ഓഫ് ചീസും 2 ഹാമും അതേപോലെ തന്നെ ഒരു ഫ്രൈഡ് എഗ്ഗും കൂടെ വെച്ചിട്ട് നമ്മുടെ സാൻഡ്വിച്ച് റെഡി. അതിനുശേഷം പിന്നെ ഞാൻ ലഞ്ചിന് കൊടുത്തു വിട്ടേക്കുന്നത് ഒരു ബർഗറാണ് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്യൂക്കമ്പേഴ്സും ഗ്രേപ്സും ആൽമണ്ട്സും അതേപോലെ തന്നെ സ്വിസ് റോളും കൊടുത്തു വിട്ടിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഗ്രേപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എനിക്ക് കുറച്ച് ഡ്രസ്സൊക്കെ മടക്കാനുണ്ടായിരുന്നു. ഡ്രസ്സൊക്കെ മടക്കി ഞാൻ സോക്സൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ ഏരിയയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എനിക്ക് കുളിക്കാനുണ്ടായിരുന്നു. കുളിച്ചു വന്നതിന് ശേഷം ഞാൻ പുട്ടും ചിക്കൻ കറിയും കഴിക്കുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുട്ടും ചിക്കൻ കറിയും. അപ്പോൾ ഇന്നലെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കി കഴിച്ചാണ് കേട്ടോ. അതിനുശേഷം ഞാൻ പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ട്യൂലിപ്സൊക്കെ പൂത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ അവരാരും വിടർന്നിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ വിടർന്നത്. അതിനുശേഷം പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് ഇത്തിരി ആലു പറാത്തയാണ് കഴിച്ചത്. ആലു പറാത്ത കുറച്ച് പിക്കിളും അതേപോലെ തന്നെ തൈരും കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. പിന്നെ അത്യാവശ്യം നല്ല ചൂടായതുകൊണ്ട് ഒരു കോൾഡ് കോഫിയും കൂട്ടത്തിൽ കുടിച്ചായിരുന്നു കേട്ടോ ഞാൻ. അതിനുശേഷം പിന്നെ ഞാൻ പുറത്തിറങ്ങി ഈവനിങ് ആയപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക്. അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് കുറച്ച് ചിപ്സ് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. പുള്ളിക്കാരത്തിയുടെ ഫ്രണ്ട് വന്നപ്പോൾ കൊണ്ട് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഓഹരി എനിക്കും കിട്ടി. അപ്പോൾ അതിനുശേഷം ഞാൻ പുറത്ത് വന്നപ്പോഴത്തേക്ക് എൻ്റെ ലെറ്റസിൻ്റെ ലീവ്സ് ഹാർവെസ്റ്റ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ലെറ്റസിൻ്റെ ലീഫൊക്കെ ഹാർവെസ്റ്റ് ചെയ്തു കേട്ടോ. ഫസ്റ്റാണ് ഹാർവെസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മുടെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് ആയിരുന്നു ഇത്. അപ്പോഴത്തേക്ക് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ അകത്തോട്ട് വന്നു കേട്ടോ. അപ്പോഴത്തേക്ക് 7 മണിയപ്പോൾ ഹസ്ബൻഡ് എത്തിയായിരുന്നു. അപ്പോൾ പുള്ളി വന്നപ്പോൾ ഈ ഒരു പെനി വോട്ടിൻ്റെ ചെടി കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് നോക്കി നിൽക്കുന്നതായിരുന്നു ഈ ഒരു പെനി വോട്ട് മേടിക്കാനായിട്ട്. ഞാൻ മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് കേട്ടോ ഇത് മേടിച്ചത്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ ഡിന്നർ ഉണ്ടാക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ പെനി വോട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ ഈ ഡിന്നർ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്നുള്ളത് ഈ ഒരു ചപ്പാത്തിയും ചിക്കൻ കറിയുമാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറയും, ചിക്കനില്ലാത്ത ചിക്കൻ കറി എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടെ സത്യം. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണ് കേട്ടോ. ഈ കാനഡ വന്നപ്പോഴുള്ളൊരു പ്രശ്നമാണ്, നമ്മളെല്ലാം സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കണം. ഇവിടെ ചപ്പാത്തി കിട്ടും, പക്ഷെ അത്രയ്ക്ക് എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല. കുറേ നാളായാലും അത് തന്നെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ സ്ക്രാച്ചിൽ നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ നമ്മുടെ പെനി വോട്ടിനെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കേട്ടോ. നാളെ അതിന് നല്ലൊരു പാത്രമൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഞാൻ ഡിന്നർ കഴിക്കാനിരിക്കുവാണ്. നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി വിത്ത് നമ്മുടെ ചിക്കൻ കറിയിൽ അത് ചിക്കൻ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ഗ്രിൽ ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം പിന്നെ ഞാൻ ഈ ഒരു കേക്കാണ് കഴിച്ചത്. കഴിഞ്ഞ ദിവസം എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്ന കേക്കായിരുന്നു കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വീഡിയോയിൽ. നമ്മുടെ പെനി വോട്ടിനെ കൊണ്ടുപോയി മണി പ്ലാന്റിൻ്റെ കൂടെ വെച്ച് കേട്ടോ. അങ്ങനെ വാട്ടർ പ്രൊപ്പഗേറ്റർ സ്റ്റണ്ടായി.